ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരവും അതിദാരുണവുമായ ഒരു പ്രകൃതി ദുരന്തമായിരുന്നല്ലോ 2011 ജപ്പാനിൽ സംഭവിച്ച സുനാമി. ജപ്പാനിലെ ടൊഹോക്കു തീരത്ത് നിന്ന് 70 കിലോമീറ്റർ ഉള്ളിലായി പസഫിക് സമുദ്രത്തിലായിരുന്നു ഭൂകമ്പത്തിൻ്റെ തുടക്കം. അത് ചെറിയൊരു ഭൂമികുലുക്കമായിരുന്നില്ല. മാഗ്നിറ്റ്യൂഡ് 9.1 ആയിരുന്നു അതിൽ രേഖപ്പെടുത്തിയത്. ഇന്ന് വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും തീവ്രതയേറിയ 4ാമത്തെ ഭൂമികുലുക്കവും ജപ്പാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂമികുലുക്കവുമായിരുന്നു അത്. ചിലയിടങ്ങളിൽ 40 മീറ്റർ വരെ ഉയരത്തിൽ വന്ന സുനാമി തിരമാലകളിൽപ്പെട്ട് 20,000-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും 10,000-കണക്കിന് കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമാവുകയും ചെയ്തിരുന്നു. ഇതിന് ജപ്പാൻ വലിയൊരു വില നൽകേണ്ടി വന്നതോടെയാണ് വടക്കുകിഴക്കൻ തീരത്ത് ഏകദേശം 400 കിലോമീറ്റർ നീളത്തിൽ കൂറ്റൻ പ്രതിരോധ മതിലുകൾ പണിയാൻ ജപ്പാൻ തീരുമാനിച്ചത്. എന്നാൽ എങ്ങനെയാണ് ഇത്രയും വലിയ മതിൽ ജപ്പാൻ പണിതതെന്നും കോൺക്രീറ്റിൽ തീർത്ത ഈ വൻമതിലിന് ഭാവിയിൽ വരാനിരിക്കുന്ന സുനാമികളിൽ നിന്ന് ജപ്പാനെ സംരക്ഷിക്കാനാകുമോ എന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പതിറ്റാണ്ടുകളായി ജപ്പാന്റെ വടക്കുകിഴക്കൻ തീരം സുനാമി ഭീഷണി നേരിടുന്ന ഒരു പ്രദേശമാണ്. ഭൂമിയുടെ അടിയിലുള്ള 4 വലിയ ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിമുട്ടുന്ന ഒരിടത്താണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഈ പ്ലേറ്റുകൾ നിരന്തരം ഉരസുകയും തെന്നിമാറുകയും ചെയ്യുന്നതുകൊണ്ട് വർഷം തോറും 500-ലധികം ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. കടലിനടിയിലുള്ള ഈ പ്ലേറ്റുകൾ പെട്ടെന്ന് മാറുമ്പോൾ സമുദ്രത്തിൻ്റെ അടിത്തട്ട് നിമിഷങ്ങൾക്കുള്ളിൽ ഉയരുകയോ താഴുകയോ ചെയ്യും. ആ മാറ്റം വലിയ തോതിൽ വെള്ളത്തെ മുകളിലേക്ക് തള്ളുകയും അത് വലിയ വേഗതയിൽ കരയിലേക്ക് കുതിച്ചെത്തുന്ന കൂറ്റൻ സുനാമി തിരമാലകളായി മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. പണ്ട് തീരദേശ നഗരങ്ങളിലെ ആളുകൾ സ്പീക്കറിലൂടെയുള്ള മുന്നറിയിപ്പ് കേട്ടാൽ ഭൂമി കുലുങ്ങുമ്പോഴേക്കും മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുമായിരുന്നു. എന്നാൽ 2011 മാർച്ച് 11 ദുരന്തം ആ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്നതായിരുന്നു. ചിലയിടങ്ങളിൽ 40 മീറ്റർ വരെ ഉയരത്തിൽ വന്ന തിരമാലകൾ 20,000-ഓളം ജീവനുകൾ കവരുകയും ലക്ഷക്കണക്കിന് കെട്ടിടങ്ങൾ തകർക്കുകയും ഫുകുഷിമയിലെ ആണവ നിലയത്തെ പോലും അപകടത്തിലാക്കുകയും ചെയ്തിരുന്നു. 8 മുതൽ 10 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകളെ തടയാൻ പണിത പഴയ മതിലുകൾ ആ തിരമാലയിൽ തകർന്നുപോയി. ഭൂകമ്പത്തേക്കാൾ വലിയ നാശം വരുത്തുന്നത് സുനാമിയാണെന്ന് ജപ്പാൻ അതോടെ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് 400 കിലോമീറ്ററോളം നീളത്തിൽ 10 മുതൽ 15 മീറ്റർ ഉയരമുള്ള ആഴത്തിൽ അടിത്തറയുള്ള പുതിയ മതിൽ പണിയാൻ ജപ്പാൻ തീരുമാനിച്ചത്. സുനാമി എത്തുമ്പോഴേക്കും ആളുകൾക്ക് ഓടി രക്ഷപ്പെടാൻ ഏതാനും മിനിറ്റുകൾ കൂടി നേടിക്കൊടുക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. മതിലിനും മറ്റു സുരക്ഷാ സംവിധാനങ്ങൾക്കുമായി ഏകദേശം $12 ബില്യൺ ജപ്പാൻ ചിലവാക്കിയത്. ഇനി ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാവില്ലെന്ന ജപ്പാന്റെ ഉറച്ച പ്രഖ്യാപനമായിരുന്നു ആ മതിൽ. ഈ കൂറ്റൻ മതിൽ പണിയുന്നതിൻ്റെ ആദ്യഘട്ടം ലാബിലെ പരീക്ഷണങ്ങളായിരുന്നു. 2011 സുനാമിയുടെ എല്ലാ ഡാറ്റകളും ശേഖരിച്ച എഞ്ചിനീയർമാർ വലിയ ടാങ്കുകളിൽ ആ തിരമാലകൾ കൃത്രിമമായി ഉണ്ടാക്കി ഈ മതിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പഠിക്കുകയായിരുന്നു. പലതവണ പരീക്ഷണങ്ങൾ നടത്തി മതിലിൻ്റെ ഉയരവും കനവുമെല്ലാം അവർ കൃത്യമായി നിശ്ചയിച്ചു. തിരമാലകൾ അടിക്കുമ്പോൾ മതിൽ മറിഞ്ഞു വീഴാതിരിക്കാൻ 20 മുതൽ 30 മീറ്റർ ആഴമുള്ള അടിത്തറയും ഉള്ളിൽ ബലമുള്ള സ്റ്റീൽ കമ്പികളുമൊക്കെ ചേർത്താണ് ഫൈനൽ ഡിസൈൻ അവർ തയ്യാറാക്കിയത്. അങ്ങനെ ഡിസൈൻ തയ്യാറാക്കിയപ്പോൾ ഇത് എവിടെയൊക്കെ പണിയണമെന്നതായിരുന്നു അടുത്ത ചർച്ച. 2011 ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയ ടൊഹോക്കു തീരത്താണ് പ്രധാനമായും ഈ 400 കിലോമീറ്റർ മതിൽ പണിതത്. അമോറി, ഇവാട്ടെ, മിയാഗി, ഫുകുഷിമ എന്നീ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ മതിൽ ജപ്പാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ നിരയാണ്. സ്ഥലം നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്ന പഴയ അവശിഷ്ടങ്ങളും പൈപ്പുകളും മറ്റും മാറ്റി സ്ഥലം വൃത്തിയാക്കുകയാണ് ആദ്യം ചെയ്തത്. മഴക്കാലത്തും പണി മുടങ്ങാതിരിക്കാൻ വേണ്ടി താൽക്കാലിക റോഡുകളും കോൺക്രീറ്റ് മിക്സിംഗ് സ്റ്റേഷനുകളുമെല്ലാം അവർ തയ്യാറാക്കി. ഇവിടുത്തെ ഭൂമി ഉറപ്പില്ലാത്ത മണലായതുകൊണ്ട് തന്നെ ആദ്യം അടിയിൽ സ്റ്റീൽ പൈലുകളും കല്ലുകളുമൊക്കെ ഇട്ട് മണ്ണ് നന്നായി ബലപ്പെടുത്തിയിരുന്നു. അങ്ങനെ മീറ്ററുകളോളം ഉയരമുള്ള ആ വലിയ മതിൽ താങ്ങാൻ പാകത്തിന് നല്ലൊരു ബേസ് അവർ ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം ചിലയിടങ്ങളിൽ 20 മീറ്ററോളം ആഴമുള്ള വലിയ കുഴികൾ കുഴിക്കുകയും സമുദ്രജലം ഉള്ളിലേക്ക് കയറാതിരിക്കാൻ താൽക്കാലികമായി ചെറിയ മതിലുകൾ പണിയുകയും ചെയ്തു. അതിനുശേഷം കോൺക്രീറ്റും വലിയ സ്റ്റീൽ കമ്പികളും ഉപയോഗിച്ച് വളരെ ഭാരമേറിയതും വീതിയുള്ളതുമായ ഫൗണ്ടേഷൻ അവർ പണിതു. തിരമാലകളുടെ വലിയ ശക്തിയിൽ മതിൽ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്.
ഫൗണ്ടേഷന് മുകളിൽ സ്റ്റീൽ കമ്പികൾ കൊണ്ട് വലിയ കൂട് പോലെ ഉണ്ടാക്കി അതിലേക്ക് കോൺക്രീറ്റ് പമ്പ് ചെയ്ത് ഓരോ ഭാഗങ്ങളായി പണിതു. ഈ ബ്ലോക്കുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് തീരത്തുടനീളം ഒരു വലിയ മതിൽ തന്നെ അവർ പണിതെടുത്തു. തിരമാലകളുടെ ആഘാതം കുറയ്ക്കാൻ മതിലിന് മുൻപിലായി ടെട്രാപോഡുകൾ പോലുള്ള വലിയ കോൺക്രീറ്റ് കഷ്ണങ്ങളും അവർ അടുക്കി വെച്ചിരുന്നു. വെള്ളം തടയാനും ഒഴുക്ക് കുറയ്ക്കാനും പല രീതിയിലുള്ള ഡിസൈനുകൾ മതിലിൽ അവർ പരീക്ഷിച്ചിട്ടുണ്ട്. മതിലിൻ്റെ മുകളിൽ ആളുകൾക്ക് നടക്കാനും പരിശോധന നടത്താനുമുള്ള സൗകര്യങ്ങളും അവർ ഒരുക്കി. ചില നഗരങ്ങളിൽ ഈ മതിൽ റോഡായി പോലും ഉപയോഗിക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തെയും മണ്ണിൻ്റെ ഗുണവും കടലിൻ്റെ ആഴവും അനുസരിച്ച് നിർമ്മാണത്തിൽ ചെറിയ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. എങ്കിലും ബേസിക് ഡിസൈൻ ഒന്ന് തന്നെയായിരുന്നു. കൂടാതെ മതിലിന് കൂടുതൽ ബലം നൽകാൻ വേണ്ടി പുറംഭാഗത്ത് മുൻകൂട്ടി നിർമ്മിച്ച കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉറപ്പിച്ചു. ഇത് സമുദ്രത്തിലെ തിരമാലകൾ കാരണം മതിൽ കേടുവരാതെ ദശാബ്ദങ്ങളോളം സംരക്ഷിക്കുമെന്നാണ് എഞ്ചിനീയർമാർ വിശ്വസിക്കുന്നത്. തുറമുഖങ്ങളിൽ കപ്പലുകൾക്ക് പോകാനായി പ്രത്യേക ഗേറ്റുകളും നിർമ്മിച്ചിട്ടുണ്ട്. മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഗേറ്റുകൾ സുനാമി വരുമ്പോൾ പെട്ടെന്ന് അടയ്ക്കാൻ സാധിക്കുമത്രേ. ഇങ്ങനെയാണ് ജപ്പാൻ ഈ വലിയ സുനാമി വാൾ പണിതത്. ഇതിനായി $12 ബില്യൺ, അതായത് 100 കോടി ഇന്ത്യൻ രൂപയ്ക്ക് മുകളിലും 10 വർഷത്തെ കഠിനാധ്വാനവും വേണ്ടിവന്നു. സുനാമിയുടെ ആഘാതം 30 മുതൽ 50% വരെ കുറയ്ക്കാൻ ഈ മതിലിന് സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇത് ആളുകൾക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ സമയം നൽകുകയും ചെയ്യുന്നു. ഒരിക്കൽ തകർന്നു പോയ പല നഗരങ്ങളും ഇപ്പോൾ ഈ മതിലിൻ്റെ കരുത്തിൽ കൂടുതൽ സുരക്ഷിതമാണ്. എല്ലാ സുനാമികളെയും തടയാൻ കഴിയില്ലെങ്കിലും ജപ്പാന് ഇതൊരു വലിയ കാവൽ തന്നെയാണ്. എന്നാൽ ഇവിടം കൊണ്ട് കഴിഞ്ഞില്ല. സുനാമി ഭീഷണിയിലാണെങ്കിൽ പോലും ജപ്പാൻ കടലിനടിയിലൂടെ തുരങ്കങ്ങളും നിർമ്മിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഇന്നത്തെ കാലത്ത് കടലിനടിയിലെ തുരങ്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. എന്നാൽ കടലിനടിയിൽ തുരങ്കം പണിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, പ്രത്യേകിച്ച് ഭൂകമ്പങ്ങളും സുനാമി ഭീഷണികളുമുള്ള ജപ്പാന്റെ തീരത്ത്. എന്നാൽ ജപ്പാൻ ഇതൊന്നും ഭയന്ന് അവരുടെ കടലിനടിയിലൂടെയുള്ള തുരങ്ക നിർമ്മാണം മാറ്റിവെച്ചിട്ടില്ല. ആദ്യം തന്നെ കടലിൻ്റെ അടിത്തട്ട് നന്നായി പരിശോധിച്ച് മണ്ണ് എങ്ങനെയാണെന്ന് എഞ്ചിനീയേഴ്സ് പഠിക്കുന്നു. കൂടാതെ കടൽ ജീവികൾക്ക് ആപത്തൊന്നും സംഭവിക്കില്ലെന്ന് ഉറപ്പുവരുത്താൻ അവർ പ്രത്യേക ശ്രദ്ധ നൽകാറുമുണ്ട്. പരിശോധനകൾക്ക് ശേഷം പണി തുടങ്ങുന്നു. സാധാരണയായി ഇമ്മേഴ്സ്ഡ് ട്യൂബ് എന്ന രീതിയാണ് ഇതിനായി ഉപയോഗിക്കാറുള്ളത്. അതായത് വലിയ കോൺക്രീറ്റ് ട്യൂബുകൾ കരയിൽ വെച്ച് നിർമ്മിക്കുന്നു. 100 മുതൽ 150 മീറ്റർ നീളമുള്ള ഓരോ ട്യൂബിനും ആയിരക്കണക്കിന് ടൺ ഭാരമുണ്ടാകും. ഇതിനുള്ളിൽ റോഡും റെയിൽവേയുമൊക്കെ പണിയാനുള്ള സൗകര്യം മുൻകൂട്ടി നിർമ്മിക്കുന്നു. ഈ ട്യൂബുകൾ കടലിലേക്ക് കൊണ്ടുപോയി ക്രെയിനുകൾ ഉപയോഗിച്ച് മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലത്ത് താഴ്ത്തുകയും ഓരോ ട്യൂബും ഒന്നിനു പുറകെ ഒന്നായി കൃത്യമായി ഘടിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. വെള്ളം കയറാതിരിക്കാൻ റബ്ബർ ഗ്യാസ്കറ്റുകൾ വെച്ച് ഇത് സീൽ ചെയ്യുന്നു. പുറത്ത് കല്ലും മണ്ണും ഇട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉള്ളിലെ ഭിത്തികൾ മാറ്റി ഇതൊരു വലിയ തുരങ്കമാക്കി മാറ്റുന്നു. പക്ഷേ കടലിൽ വലിയ ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ ഈ മെത്തേഡ് ഉപയോഗിക്കാൻ കഴിയില്ല. ഈ തുരങ്കങ്ങൾ 2 തട്ടുകളായിട്ടാണ് പലപ്പോഴും പണിയുന്നത്. ഉള്ളിൽ വെന്റിലേഷനും തീപിടുത്തം തടയാനുമുള്ള സംവിധാനങ്ങളുമൊക്കെ ഉണ്ടെന്ന് എഞ്ചിനീയർമാർ ഉറപ്പുവരുത്തുന്നു. തുരങ്കം തുറന്നു കഴിഞ്ഞാലും എഞ്ചിനീയർമാർ എപ്പോഴും ഇത് നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഉള്ളിലെ സെൻസറുകൾ വഴി ഓരോ നിമിഷത്തെയും വിവരങ്ങൾ അവർക്ക് ലഭിക്കും. വിള്ളലുകളോ മറ്റോ ഉണ്ടോ എന്ന് അവർ എപ്പോഴും പരിശോധിക്കുകയും ചെയ്യുന്നു. കൃത്യമായ ക്ലീനിങ്ങും മെയിൻ്റനൻസും നടത്തുന്നത് കൊണ്ട് തന്നെ ഈ തുരങ്കങ്ങൾ വർഷങ്ങളോളം സുരക്ഷിതമായി നിലനിൽക്കുകയും ചെയ്യുന്നു. ഏതായാലും ജപ്പാന്റെ സുനാമി വാളിനെക്കുറിച്ചും അണ്ടർ വാട്ടർ ടണലുകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.